മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമല വൈജയന്തിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയും, ഞാൻ ഓഫീസിൽ നിന്നും വരുന്ന സമയത്ത് ഞാൻ അതിലൂടെ വരാം എന്ന് പറയുകയാണ് കമലയോട്. ആ സമയത്ത് കമല പറയും, എങ്കിൽ ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുകയാണ്. അങ്ങനെ വൈജയന്തി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താണ് കമലക്ക് എന്നോട് പറയാനുള്ളത്. ജയന്തി കരുതാണ്, ഇനി അമ്മയെ ഞാൻ കൊണ്ടുപോകാനായിരിക്കും കമല എന്നെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. അങ്ങനെ വൈജയന്തി ഓഫീസിൽ നിന്നും നേരെ കമലയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വൈജയന്തി നേരെ കമലയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. അങ്ങനെ കമലയോട് ചോദിക്കും, എന്താ എന്നെ കാണണം എന്ന് പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് എന്ത് വയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് കമല പറയും, അമ്മയെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആ മറ്റവളെ കുറിച്ചാണ്. ആ സമയത്ത് വൈജയന്തി ചോദിക്കും, ആരെക്കുറിച്ച്? അവളില്ലേ അലീന, അവളെക്കുറിച്ച് എന്താണ് ഇനി പറയാനുള്ളത്? ആ നശിച്ചവൾ വീട്ടിൽ നിന്നും പോയല്ലോ. അപ്പം തന്നെ കുറേ ആശ്വാസമാണ് പറയാണ്. ആ സമയത്ത് കമല പറയും, ആശ്വസിക്കാൻ വരട്ടെ. ആ സമയത്ത് വൈജയന്തി ചോദിക്കും, എന്ത് പറ്റി? ആ സമയത്ത് കമല പറയും, അവളിപ്പോൾ ഏതോ വലിയ കോടീശ്വരൻ്റെ വീട്ടിലാണെന്നാണ് മനു പറഞ്ഞത്. ഞാൻ പിന്നെ ഡ്രസ്സ് എടുക്കാൻ സിറ്റിയിലോട്ട് പോയിരുന്ന സമയത്ത് അവിടെ വെച്ച് അവളെ കണ്ടു. അവളും ഒരു പുരുഷനും കൂടെ ഒരുമിച്ച് നിന്ന് ചിരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ട് ഉണ്ട് തുണികളെല്ലാം എടുത്ത് പോകുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ഇവിടെ വന്ന് മനുവിനോട് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, അവൾ അവിടുത്തെ ജോലിക്കാരിയൊന്നല്ല, അവൾ അവിടുത്തെ രാജകുമാരിയെ പോലെയാണ് അയാൾ നോക്കുന്നത് ബാലചന്ദ്രൻ. അപ്പോൾ അവളെ എവിടെയാണ് കൊണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ വൈജയന്തി പറയും, നശിച്ചപ്പോൾ എവിടെ കൊണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അടുത്ത് നിന്നും പോയല്ലോ. സമയത്ത് കമൽ വൈജയന്തിയോട് പറയും, അവൾ ഇനി തിരിച്ചു വരില്ലെന്ന് എന്താ ഉറപ്പ്? പറയാൻ പറ്റില്ല, അവളെ വീണ്ടും ബാലചന്ദ്രൻ തിരിച്ചു കൊണ്ടുവരും അവിടുത്തെ സുഖവാസം കഴിഞ്ഞിട്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തിക്ക് ദേഷ്യം വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾ വീട്ടിൽ നിന്നും പോയിട്ടും വീട്ടുകാരുടെ മനസ്സിൽ നിന്നൊന്നും അവൾ പോയിട്ടില്ല. ആ സമയത്ത് കമല പറയും, അതുകൊണ്ടാണ് പറഞ്ഞത് അവളെക്കുറിച്ചൊന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കണം എന്ന്. പിന്നീട് കമല പറയും, അവർ അറിയാതെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, കമല ചേച്ചി അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തോ ചോദിക്കുകയാണ്. കമല പറയും, ആ എടുത്തോ, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കും, ആ ഫോട്ടോസൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ കമല പറയും, ഞാൻ എൻ്റെ ഫോണൊന്ന് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ മുറിയിൽ ചെന്ന ശേഷം കമല ഫോണുമായി വൈജയന്തിയുടെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പെട്ടെന്നൊന്ന് ഷോക്കായി നിൽക്കുകയാണ്. ആ സമയത്ത് കമല, എന്ത് പറ്റി വൈജയന്തി, നീ ഫോട്ടോ കണ്ടവിടെ ഷോക്കായി നിൽക്കുന്നു. ആ സമയത്ത് വൈജയന്തി ഒന്നുമില്ല എന്ന് പറയുകയാണ്. പിന്നെയും ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് സ്റ്റാലിയെ നോക്കുന്നുണ്ട്. താൻ എവിടെയോ കണ്ടു മറഞ്ഞ മുഖം പോലെ എന്ന് ചിന്തിക്കുകയാണ്. അയാളുടെ കൂടെയാണ് അവൾ ചുറ്റിക്കറങ്ങുന്നത് എന്ന് പറയും. എന്നിട്ട് വൈജയന്തി ഫോൺ തിരികെ കൊടുക്കും. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് കമല ചോദിക്കും, എന്ത് പറ്റി വൈജയന്തി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഫോട്ടോ കണ്ടാട് ആകെ ഷോക്കായി പോയതുപോലെ നിൽക്കുന്നത്. ആ സമയത്ത് വൈജയന്തി പറയും, അവൾ ആരെപ്പെങ്കിലും പോയിക്കോട്ടെ, അതിന് ഇനി നമ്മൾ നോക്കണ്ട എന്ന് പറയുകയാണ്. ഞാൻ പോവുകയാണ്, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട്. ആ സമയത്ത് കമല പറയും, നിനക്ക് എന്ത് ജോലി വീട്ടിൽ? അതിനൊക്കെ നീ ഇപ്പോൾ ഒരു പുതിയ സർവൻറ്റിനെ വെച്ചില്ലേ, അത് അവൾ നോക്കില്ലേ എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വൈജയന്തി ആ ഫോട്ടോയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അത് ലാലച്ചനല്ലേ, ലാലച്ചൻ മരിച്ചു പോയി എന്നല്ലേ ഇവരെല്ലാവരും എന്നോട് പറഞ്ഞത്. പിന്നീട് ഇപ്പം എങ്ങനെ ലാലച്ചൻ ഇങ്ങനെ നിൽക്കുന്നു, അതും അലീനയുടെ കൂടെ, അവളുമായിട്ട് അയാൾക്ക് എന്താണ് ബന്ധം എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. കാറൊന്നും ഓടിക്കാൻ കഴിയാതെ വൈജയന്തി കാറിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. പിന്നീട് ഫോണെടുത്ത് മനുവിനോടൊന്ന് ചോദിക്കണം അലീന എവിടെയാണെന്ന്. അങ്ങനെ വൈജയന്തി ഫോണെടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്താ വൈജയന്തി ആൻറ്റി ഇപ്പോൾ വിളിക്കണത്? സാധാരണ വിളിക്കാറൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാറല്ലേ. ആ സമയത്ത് വൈജയന്തി പറയും, ഇപ്പം ഞാനൊരാവശ്യത്തിനാണ് വിളിച്ചത്, അതിനുള്ള മറുപടി താ. ആ അലീന എവിടേക്കാണ് പോയിരിക്കുന്നത്? ആ സമയത്ത് മനു പറയും, എന്തിനാ ഇപ്പം ഇനി അതിനെക്കുറിച്ചൊക്കെ അറിയണത്? അവൾ ഇവിടെ നിന്നും പോയില്ലേ, അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. ആ ജീവിക്കുന്നിടത്തെങ്കിലും അതിനൊരു സമാധാനം കൊടുക്കും എന്ന് പറയുകയാണ്. പിന്നെയും ദേഷ്യത്തോടു കൂടി വൈജയന്തി ചോദിക്കും, നിന്നോടാ ചോദിച്ചത് അവൾ എവിടെയാണ് എന്ന്. ആ സമയത്ത് മനു പറയും, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ
അങ്കിളിനോട് മാത്രം ചോദിക്കണം. അങ്കിളല്ലേ അവളെ കൊണ്ടാക്കിയത്, അപ്പോൾ അങ്കിളിനല്ലേ അറിയുക എന്ന് പറയുകയാണ്. എന്നോടൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി വൈജയന്തി ഫോൺ കട്ട് ചെയ്യും. പിന്നീട് വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആന്ധ്രയിൽ വെച്ചുള്ള സ്റ്റാലിയും അതുപോലെ വൈജയന്തി ഉള്ള ഓരോ ഓർമ്മകൾ. അങ്ങനെ കാറുമായി പിന്നീട് നെടുമ്പുരക്കൽ വീട്ടിലോട്ടാണ് വൈജയന്തി വരുന്നത്. ആ സമയത്ത് കൃഷ്ണമോള് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ വൈജയന്തി കാറിൽ നിന്നും ഇറങ്ങി അകത്തോട്ടേക്ക് നടന്നു പോകും. ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കും, എന്താ അമ്മ ഇന്ന് നേരത്തെ വന്നത് ചോദിക്കുകയാണ്. പക്ഷേ ഒന്നും മിണ്ടാതെ അകത്തോട്ടേക്ക് കയറിപ്പോക്കും വൈജയന്തി. ആ സമയത്ത് കൃഷ്ണമോൾ, എന്ത് പറ്റി അമ്മയ്ക്ക്? സാധാരണ ഇങ്ങനെയൊന്നുമല്ലല്ലോ, വന്ന പാടെ ദേഷ്യത്തോടു കൂടിയായിരിക്കുമല്ലോ വരുന്നത്. ഇതൊന്നും മിണ്ടാതെ അകത്തോട്ടേക്ക് കയറിപ്പോകും ആണല്ലോ അമ്മ ചെയ്യുന്നത് കരുതാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് വൈജയന്തി പൊട്ടിക്കരയുന്നുണ്ട്. സ്റ്റാൻലിയും അതുപോലെ വൈജയന്തിയെയും കുറിച്ച് ഓർത്ത് അങ്ങനെ അലമാര തുറന്ന് ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച ആ ഫോട്ടോ എടുക്കുന്നുണ്ട് വൈജയന്തി. അതിൽ വൈജയന്തിയും അതുപോലെ സ്റ്റാലിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ്. അതിലോട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് വൈജയന്തി. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.